ശുശ്രൂഷാമത്തെ വീണ്ടും വാർത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ വേദിക്കായി സ്തുതിക്കുന്നു. എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ വിനയത്തോടെ അഭിവാദനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഭാഷ ഷാജി അവരുടെ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ പ്രത്യേക സ്നേഹാദരങ്ങളും വന്നിട്ടുണ്ട്. ക്ലാസ്സിനെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. മറ്റ് ബഹുമാനപ്പെട്ട രാമദാസ് ഭാഷ കമലേഷ് അവർ പാസ്റ്റർ ശിവദാസ് വരും അനിലിൻ്റെ സഭ ശുശ്രൂഷകൾ നമ്മുടെ ഇവരും വചനം തുടങ്ങി കഴിഞ്ഞു. പാസ്റ്റർക്ക് വന്ദനം അദ്ദേഹമാണ് വിഭാഗത്തിലേക്ക് പാസ്റ്റർ ലോറൻസ് ക്ഷണിച്ച് കടപ്പാടുണ്ട്. പാസ്റ്റർ പി കെ ശിദാസ് എന്നതിനെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. ദേവദാസിനെ അഭിവാദനം ചെയ്യുന്നു. പാസ്റ്റർ ബെനറ്റ് ഞങ്ങളുടെ സീനിയർ മിനിസ്റ്ററാണ്. പാസ്റ്റർ ജയബെനറ്റ് അവർ പാസ്റ്റർ ഡേവിഡ് പൗലോസ് വന്നിട്ടുണ്ട്. പാസ്റ്റർ പിന്നൂർ തോമസ് ഉണ്ട്. പാസ്റ്റർ റോബർട്ട് കിങ്സ്റ്റണും പാസ്റ്റർ ബിജുകുമാർ വന്നിട്ടുണ്ട്. പാസ്റ്റർ ജെഫസൺ വന്നിട്ടുണ്ട്. പാസ്റ്റർ റാഫേൽ അവരുടെ ബഹുമാനപ്പെട്ട എല്ലാ പാസ്റ്റർമാരും പാസ്റ്റർ പാസ്റ്റർ റോയി പാസ്റ്റർ യോണി പൗലോസ് അങ്ങനെ പല ദേവദാസന്മാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സഭ ഞങ്ങളുടെ ഈ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഭ ആണ് എന്ന് തോന്നുന്നു. അനേക ദേവദാസന്മാർ അവിടെ ശുശ്രൂഷിക്കുന്നു എന്നതുകൊണ്ട് ആ കുടുംബമായിട്ട് നല്ല ബന്ധം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് വളരെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ശബ്ദം ദയവായി അതുപോലെ പാസ്റ്റർ ലോറൻസ് അംഗീകരിക്കപ്പെട്ട ദേവദാസൻ ഡിവൈൻ ചർച്ച് എന്ന പേരുള്ള അംഗീകരിക്കുന്ന ശുശ്രൂഷ മുഖോല ബംഗാളുണ്ട്. അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷെൽസി വളരെ മികച്ച ഒരു ആത്മീയ കോൺടെക്സ്റ്റിൽ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണ്. രണ്ടുപേരും നല്ല ആത്മീയ പശ്ചാത്തലമുള്ളതായതുകൊണ്ട് അവരുടെ ജീവിതവും ആത്മീയക്ക് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എല്ലാവർക്കും വന്ന് പാസ്റ്റർ ഷാജി പേരൻസിനെ കൂടെ വിളിച്ച് പരിചയപ്പെടുത്തിയത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവരാണ് ഏറ്റവും മാനിക്കപ്പെട്ടത് അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ണീരും ഉപവാസവും ഈ കുഞ്ഞുങ്ങളെ ഈ ഘട്ടം വരെ അവരെ എത്തിച്ചത് നമുക്ക് ഓർക്കാം. അവരാണ് ഇതിന് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ടുള്ളത്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അത് മക്കൾ ഓർക്കണം കേട്ടോ. പേരൻസിനെ മറക്കരുത്. അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. അവരുടെ സന്തോഷം ഉറപ്പാക്കണം. അവിടെ അതിനോട് ഏത് ത്യാഗവും ചെയ്യുന്ന നിങ്ങൾക്ക് നിലവിൽ സ്ഥലത്തില്ലെങ്കിൽ അവർക്ക് കുറച്ചല്ല അവരുടെ ഒരു പാട്ടിനോട് ഇടയ്ക്ക് പാടാൻ സ്കെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും ഞാൻ ഭാഷ ഷാജിയോട് പറഞ്ഞു, പിന്നെ സമയം ചെറുപ്പം പോയല്ലോ. ഞാൻ കൃത്യം 10:28 വന്നേക്കണം. എങ്കിൽ തുടങ്ങാഴ്ച വൈകി അവിടെ നമ്മൾ ഒരു പാട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. നല്ല പാട്ടുകളാണ് പാടുന്നത്. വരിക എല്ലാവർക്കും വന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആമതോട് ദീർഘിപ്പിക്കുന്നില്ല. പാസ്റ്റർമാർ നമ്മളോട് പറഞ്ഞ വളരെ ഗ്രഹിക്കപ്പെട്ട ചിന്തരമായ പദം ചേർത്ത് ഏറ്റവും ഒരു സമയം ഞാൻ വളരെ ചെറിയ സമയം എടുത്തിട്ടുള്ളൂ. അതനുസരിച്ച് ഈ കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ജോൺ ഷെൽസി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കും. ഓക്കെ, 3 കുടുംബങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് ദീർഘമായി സംസാരിക്കേണ്ടതാണെങ്കിലും സമയബന്ധിതമായിട്ട് ഞാൻ പറയുകയാണ്. കേൾക്കുമ്പോൾ 1 പ്രാർത്ഥിക്കുന്ന കുടുംബം, 2 ജീവിക്കുന്ന കുടുംബം, 3 സാക്ഷിക്കുന്ന കുടുംബം. പറഞ്ഞ കേട്ടോ? പറഞ്ഞു വെരി ഗുഡ് പറയൂ. വെരി ഗുഡ്. പിന്നെ നേടി സംഗതി ഇവർ കർത്താവിനെ എന്തെല്ലാം ചെയ്യുന്നു ഞാനിവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സകല കുടുംബങ്ങളും ഈ 3 കുടുംബമായാൽ ദാമ്പത്യം വിജയിക്കും, ശുശ്രൂഷ വിജയിക്കും. കരങ്ങൾക്ക് എല്ലാം ദൈവത്തെ വായിപ്പിക്കാൻ നേരെയല്ല. 1 പത്രോസ് 3:7 4 വെളിപ്പാടുകൾ ദാമ്പത്യം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന മികച്ച പാസേജാണ് പത്രോസിന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം. ഓക്കെ, ജീവിതം അവിടെയുണ്ട്, സാക്ഷീകരണമുണ്ട്,
ഇങ്ങനെ ഭാര്യ ബാന്ധവമുണ്ട്. വീട്ടിൽ ഒരാൾ മറ്റൊരാൾക്ക് ടെസ്റ്റ് മണി ആകുന്ന കാര്യം എല്ലാം പറഞ്ഞു വന്നിട്ട് ദേവദാസൻ പറഞ്ഞിരിക്കുക, കുഞ്ഞുങ്ങളെ ഇതെല്ലാം നല്ലതാണ്, പക്ഷേ പ്രാർത്ഥനയ്ക്ക് മുടക്കം ഉണ്ടാകാതിരിക്കുക എന്നാണ്. അതിന് കോടതി പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? എൻ്റെ ഒറ്റ സന്ദേശം, പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല. കുടുംബത്തിൽ ബാക്കി എല്ലാം മുടങ്ങുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് മുടക്കമുള്ളവരാണ്. ശാപം അനേകം മുടങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ പറയുന്നത്. ബാന്ധവങ്ങൾ മുടങ്ങി, ലീഡർഷിപ്പ് മുടക്കി, ഇതെല്ലാം സംഭവിച്ചു. ജീവിതത്തിൽ ഒരുപാട് മുടക്കുകളും മുടങ്ങലുകളും ഇല്ലായ്മകളും പട്ടിണി പരിവർത്തനങ്ങളും ഇഷ്ടം പോലെ കണ്ടും കേട്ടും കൊണ്ടും വർഷങ്ങൾ പിന്നിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ശക്തമായി പറയുന്നു, ഞങ്ങളുടെ കരുത്ത്, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളിവിടെ വന്നത്, ഞങ്ങൾ നിൽക്കുന്നത് മറ്റാരുടെയും സൗജന്യമല്ല, മറ്റൊരുവന്റെ സഹായമല്ല, പ്രാർത്ഥിച്ചു മേടിച്ചതാണ്. കടകൾക്ക് എല്ലാവരും കണ്ടാൽ ശ്രമിച്ചാൽ പ്രാർത്ഥിച്ച് എല്ലാവരും ശക്തമായി ദൈവത്തെ കുറിച്ച് ആരാധിക്കട്ടെ. പ്രാർത്ഥനയാണ് വിജയം, പ്രാർത്ഥന മാത്രമാണ് വിജയം. മക്കളെ പ്രാർത്ഥിച്ച് ജയിച്ചു. പലതും മുടങ്ങും, പലതും ഉണ്ടാവില്ല, പലതും നഷ്ടപ്പെടും, പലതും കൈവിടും, തനിയായി വരും നിങ്ങൾ ചിലപ്പോൾ. പക്ഷെ ഒരുമിച്ച് മുട്ടുമുടക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ജയിക്കും. നിങ്ങൾ ജയിക്കും. ഞാൻ വാക്കിൽ നിൽക്കുന്നില്ല. പ്രാർത്ഥിച്ച് ജയിക്കുന്ന കുടുംബമാവാൻ ദൈവം ശ്രമിക്കാൻ പറ്റൂ. എന്റെ പാസേജ് പ്രധാനമായിട്ട് ലൂക്കോസ് 1:5 മുതൽ 7 വരെ പറയുന്നത്. ലൂക്കോസ് 1:5 മുതൽ 7 വരെ ആ പാസേജ് നമ്മൾ പറയുന്നത് ആരെ കുറിച്ചാണ്? ആർക്ക് പറയാം? ലൂക്കോസ് 1 ആ പരാമർശം ഏത് ഫാമിലിയെ കുറിച്ചാണ് ആർക്കെങ്കിലും പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. സക്കറിയാവിന്റെ എലിസബത്തിന്റെ ഫാമിലി. അവിടെ 6 കാര്യങ്ങൾ ഞാൻ സമയമുണ്ട് അതൊക്കെ പ്രസംഗിച്ച് കഴിയുന്നുണ്ട്. ഇന്ന് പ്രസംഗിക്കുന്നില്ല, അതെല്ലാം ധ്യാനിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗം എന്നറിയോ? 20 ദൈവസഭയിൽ കുറ്റമില്ലാത്തവരും 20 ദൈവത്തിന്റെ സകല പ്രമാണങ്ങളും പാലിക്കുന്നവരുമായി. 20 ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. വേദശാസ്ത്രന്മാരെ പഠനം വ്യാഖ്യാനിക്കുന്നതിന്റെ ഒറിജിനൽ ceremonial laws and the matters of belief and fundamentals. ഉദ്ദേശിക്കുന്നത് അന്നത്തെ യഹൂദ സമുദായം വിശ്വാസം, ആരാധനയെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞോ അത് ചെയ്യുന്നു. അന്നത്തെ യഹൂദ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു. എക്സ്റ്റേണൽ ഇന്റേണൽ മറ്റുള്ളവർ കാണുക ശുദ്ധമായ ഭക്തിസാധനമായ ജീവിതം, അന്തരാർത്ഥ ദൈവവുമായി ബന്ധപ്പെട്ടു. ഈ രൂപയിൽ ഞാൻ വാക്കുകൾ നേടുന്നില്ല. അവർ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഭാരമുണ്ടായി, നാളുകളായി കരയുന്നവർ, സങ്കടപ്പെട്ടവർ. ഒരു ഉദാഹരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചവരാണ്. പക്ഷെ 400 കൊണ്ടും ഊറിയും കൊണ്ടും തുമ്പിയും കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും ബ്രഹ്മന്മാരെ കൊണ്ടും ദൈവം ശബ്ദിക്കാതെ വരൾച്ചയുടെ ഒരു ആത്മീയ കാലഘട്ടത്തിന്റെ ഒരു വിപ്ലവാത്മകമായ വ്യത്യാസം വരുത്താൻ ദൈവ ശബ്ദം ആദ്യമായി കേട്ട ദൈവദാസൻ സക്കറിയാവ് കരങ്ങൾക്ക് എല്ലാവരും സമർപ്പിച്ചാട്ട്. മറ്റാരും ദൈവശബ്ദം കേട്ടില്ലെങ്കിലും, മറ്റാരും കർത്താവുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും, കാലാവസ്ഥ വരണ്ടതാണെങ്കിലും പ്രാർത്ഥിക്കാൻ, കണ്ണീരൊഴിക്കാൻ, ജാഗരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. നിങ്ങൾ കർത്താവിനെ കാണും. നിങ്ങളെ ദൈവം തോടും. നിങ്ങൾ ദൈവപ്രവൃത്തിക്ക് വിജയപ്പെടും. അതാ ദൈവത്തിന്റെ കുടുംബത്തിന് പ്രത്യേകത. അതുകൊണ്ട് 20 പ്രാർത്ഥിച്ചു, 20 ഭക്തിയോടെ ജീവിച്ചു, 20 ദൈവത്തെ സാക്ഷിച്ചു. അതുകൊണ്ട് 20 വർഷങ്ങളായിട്ടുള്ള മനസ്സിലെ ഭാരം ദൈവം മാറ്റി കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ശാപത്തിന്മേൽ ക്ഷയപ്പെടുത്തി. അതുകൊണ്ട് മക്കളെ ജീവിച്ച് കാണിക്കണം. ഉത്തമ പെന്തക്കോസ്തുകാരായ 2 പേരെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ആത്മാവിൽ നല്ല പെന്തക്കോസ്ത് ഡിവൈൻ ചർച്ചിൽ ഞങ്ങളെ ജയിച്ചു. ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത കക്ഷികള, അന്യഭാഷയുടെ അയ്യലുകളെ. അതുകൊണ്ട് അൺകോംപ്രമൈസ് ചെയ്യപ്പെടുന്നതാണ് കർത്താവിന്റെ സഭയിൽ. നിങ്ങളുടെ ആത്മനിറവോട് അന്യഭാഷയുടെ പെന്തക്കോസ്തിന്റെ ശുദ്ധത്തിൽ ദൈവത്തെ ആരാധിക്കണം, ജീവിച്ച് കാണിക്കണം. നമ്പർ 3
പ്രവൃത്തി 18-27-28 സാക്ഷിക്കുന്ന കുടുംബം നമ്മള് അപ്പൊ കർത്താവിനെ സാക്ഷിയെ കുറിച്ച് പബ്ലിക് സഭ പരസ്യവും പോകുന്ന എല്ലായിടത്തും കർത്താവിന് സജീവ സാക്ഷികളായി മാറും. ഇവിടുത്തെ തെളിവ് അക്വില പ്രിസ്ക്രിപ്ഷൻ 6 വേദഭാഗങ്ങൾ നോട്ടീസുകളുണ്ട്, വായിച്ച് പഠിക്കുന്ന ഇവരെ കുറിച്ച്. ഇവർ റോമിൽ താമസിച്ചു 2 വട്ടം, എഫെസോസിൽ താമസിച്ചു 2 വട്ടം, കൊടുത്ത് താമസിച്ചു 1 പ്രാവശ്യം. ഈ 5 താമസത്തിന് കച്ചവടം ചെയ്യിപ്പിക്കാനല്ല യേശുവിനെ സാക്ഷിക്കണം. കാരണം എല്ലാവരും സമർപ്പിക്കാതെ ഇവർ ഫുൾ ടൈം വേദക്കാരല്ല, ജോലിക്കാണ്. പക്ഷെ അവർ പോയതെല്ലാം വലുവതിരി കർത്താവിനെ സാക്ഷിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനം അവരെ ശ്രീ പൗലോസ് പറയുന്നു, ഇവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുക്കുന്നു. മരണമെങ്കിൽ മരണം ദൈവദാസനത്തിൽ തുടങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾ കൊലപ്പെട്ടു വന്നാൽ സാരല്ല, ഞങ്ങൾ കർത്താവിന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ ആ കുടുംബം നമുക്ക് എല്ലാവർക്കും വെറുതെ ശരാശരി ചർച്ചയിൽ പോയി അത്യാവശ്യം ദശാംശം കൊടുത്ത് പാടി പ്രാർത്ഥിച്ച് ഞായറാഴ്ച മാത്രം ആ കർമ്മം ചെയ്ത് മടങ്ങുന്ന പെന്തക്കോസ്തിനെ അല്ല കർത്താവിന് ആവശ്യമുണ്ട്. ലജ്ജയില്ലാതെ യേശുവിനെ സാക്ഷിക്കുന്ന ഉയർത്തുന്ന എല്ലാവരും കരമടിച്ച് അത്ഭുതം ദൈവം ഏകമായി അവൻ പ്രാർത്ഥിക്കാൻ ജീവിച്ച് കാണിക്കാൻ സജീവമായി കർത്താവിനെ സാക്ഷിക്കാൻ നിങ്ങളെ ദൈവം തുണയ്ക്കട്ടെ, ഈ മക്കളെ ദൈവം തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഈ വിവാഹം നേടായ വിവാഹമാണ്. ഇത് സാക്ഷാത്തായ അവൻ പരമ്പൊരുൾ കർത്താവായ യേശു ക്രിസ്തു കർത്താവിന്റെ തിരുസഭയുമായുള്ള ആധ്യാത്മിക സംയോജനം എന്ന വിവാഹ മഹോത്സവം. അത് വെടിയൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പോലെ, ജോണിനെ പോലെ, ഷെൽസിയെ പോലെ, ഞങ്ങൾ മിക്കവരെ പോലെ കർത്താവിന്റെ അടുത്തേക്ക് വരണമേ. ഈ തിരുവെടുത്ത ആധികാരിക രേഖയാക്കണമേ. ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തലമുറയ്ക്ക് കണ്ണുകളെ കൂടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വന്ന എല്ലാവരും യേശുവിന്റെ സാന്നിധ്യം ബോധ്യമുള്ള എല്ലാവരും ശക്തമായി ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും വാദവും ദൈവത്തെ സ്തോത്രയാൽ അർപ്പിക്കുക. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Loving and merciful Father God, we thank you and we praise you that thou hast blessed all of us today to be present here for the marriage of dear Shelby and dear John Allen. We thank you and we praise you. Father God, we thank you and we praise you for the respected and anointed pastors who are gathered here to solemnize the marriage of our Lord. Father God, we pray your fresh anointing upon each one of them, O Lord, so that they may conduct this marriage. And those who are witnessing this marriage, O Lord, bless them to know what the marriage is, who Jesus Christ the Lord is, who is the bride and who is the bridegroom. Father God, everyone who are here in this hall or who are in the limit of this mic sound, O Lord, I pray and I plead unto thee that let everyone know who Jesus Christ the Lord is and why Jesus died on the cross of Calvary. And Jesus is coming soon to take the bride, and that is the church of God. And today, as a ceremony, we are here for the wedding of Chelsea and John, O Lord. But the Bible says that we are the bride and Jesus is the bridegroom who is coming soon to take him. So Father God, the following ceremony, hallelujah, we led graciously with the anointing of the Holy Spirit, God, because Pastor Lawrence is increasing the family circle. At the same time, even Brother Allen is also increasing the family circle. Let this family circle be the family of God. And as I said, the anointed servant is spoken, let us be the testimony for Jesus Christ. We ought to be the testimony. With this, Lord, I conclude this prayer and ask your blessings upon each and every one, and especially on Chelsea and Jesus.
ആ ഒരു മനസ്സിൽ ധാരാളം ദൈവകൃപ പ്രാപിക്കുന്നതിനായി കർത്താവേ എന്നെ സഹായിക്കണമേ, വിശേഷ കൃപ എന്നെ ചോദിക്കണമേ. നിങ്ങൾ മൗനമായി ദൈവത്തോടുള്ള ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പിതാവേ, ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ അപേക്ഷയാണ് കൈകൊള്ളുന്ന കൃപയ്ക്കായി സ്തോത്രം. അവർ തീരുമാനിച്ച സ്ഥാപനയിലും ഉഭയസ്ഥാപനത്തിന്റെ ഏറ്റുപുറത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ പ്രകാശവും നീയവും വെളിപ്പെടുവാനായി ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിനാണ് പ്രത്യേക കാര്യം ഈ മക്കളുടെ നെല്ലത്തോരമായി വയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കണമേ. പ്രിയ ജോണോട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഏറ്റവും സമയം വയ്ക്കുന്ന ഷെൽസി ലോറൻസ് എന്ന ഈ യുവതിയിൽ നിന്ന് നിന്റെ ഭാര്യയെ സ്വീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചന പ്രകാരം ഇവരോടുകൂടെ ചേർന്ന് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ജീവിതമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാൾ ഉപരി മാത്രം സ്നേഹിച്ച് മാനിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ മറ്റെല്ലാ പരിവർത്തന ഘട്ടങ്ങളിലും മരണത്താൽ നിങ്ങൾ തമ്മിൽ വേർപിരിയുമ്പോൾ ഇവളോട് മാത്രം ചേർന്നിരുന്നു. ഇവൾക്ക് ഉത്തമയായ ഒരു ഭർത്താവായിരിക്കുക ദൈവമാകെ കർത്താവിന്റെ സഭയുടെ മധ്യത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നുവോ? ക്രൈസ്തവരുടെ തീരുമാനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. ശിക്ഷണം ചോദിക്കുന്നതിനൊക്കെ ഏറ്റവും സമയം നിൽക്കുന്ന ജോൺ ആനൻ എന്ന ഈ യുവാവിനെ മുഴുവൻ നിന്റെ ഭർത്താവ് സ്വീകരിച്ചു. ദൈവത്തിന്റെ വിശുദ്ധ ബന്ധപ്രകാരം ഇവരോടുകൂടെ ചേർന്ന് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നു. ക്രൈസ്തവോ നിങ്ങളുടെ ഇവരുടെ ജീവിതകാലമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാളും ഇവരെ മാത്രം സ്നേഹിച്ച് അനുസരിച്ച് സുഖത്തിലും ദുഃഖത്തിലും സഭയിലും താല്പര്യത്തിലും ജീവിതത്തിന്റെ മറ്റെല്ലാ ഘട്ടങ്ങളിലും മരണത്താൽ നിങ്ങൾക്ക് വേർപിരിയുന്നവരെ മാത്രം ചേർന്ന് ഇവര് ഉത്തമമായ ഒരു ഭാര്യയായിരിക്കുവാൻ ദൈവമാകെ ദൈവജനത്തിന്റെ മധ്യത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നു. ഈ തീരുമാനത്തെ ആശീർവദിക്കുമാറാകട്ടെ. പ്രിയ ജോൺ ആനലും ഷെൽസി ലോറൻസ് വിവാഹ തീരുമാനം ദൈവ സഭയുടെ മധ്യത്തിൽ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. അനുബന്ധിച്ച രണ്ടുപേരും പരസ്പരം വലങ്കരങ്ങളെ കൊടുത്ത് വളരെ ഗ്രഹിക്കപ്പെട്ട ഉഭയസമ്മത വചനം ഏറ്റുപറയാൻ പോകുന്ന ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള ശുശ്രൂഷയാണ് പാസ്റ്റർമാർ ദയവായി ദൈവമായിട്ടാണ് മനസ്സിലാവ്. ഈ സമയത്ത് വധുവിന്റെ പിതാവ് പാസ്റ്റർ ലോറൻസ് കൊടുക്കുന്നു. ഈ യുവാവിനെ ഏൽപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയും അങ്ങനെ വന്ന പാട്ട് അവർ പാടും. നിങ്ങളും അതുപോലെ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് സിബ്ലിങ്സ് അടുത്ത ബന്ധുക്കൾ വേണ്ടിയിട്ടാണ്. പ്ലീസ് കാണാം. ഇനിയും തീരന്ന പ്രാണ
കൃപയെ ആശ്രയിച്ച് ആത്മനിർഭരനായി ശരിയുടെ മുഖത്ത് നോക്കി ഏകദേശം ജോൺ അനൽ ഞാൻ ഷെൽസി ലോറൻസ് ആകുന്നതിനെ ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചു ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം നിന്നോടുകൂടെ ചേർന്ന് പാർത്തുകൊള്ളാമെന്ന് നമ്മുടെ ഇരുവരുടെയും ജീവകാലമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി നിന്നെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് ആശ്വസിപ്പിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും മരണം നമ്മെ തമ്മിൽ വേർതിരിക്കും വരെ നിന്നോട് മാത്രം ചേർന്നിരുന്നു നിനക്ക് ഉത്തമനായ ഒരു വിശ്വസ്ത ഭർത്താവിന്റെ കടപ്പാടുകൾ നിർവഹിച്ചുകൊള്ളാമെന്നും കർത്താവിനെയും തിരുസഭയെ സാക്ഷിയാക്കി നിന്നോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും തിരുസഭയും ഇതിന് സാക്ഷികൾ. ശേഷിപ്പെട്ട് ആത്മനിയോഗതയായി ഉടമ്പടിയുടെ ഈ വചനത്തിലൂടെ മുന്നോട്ട് നോക്കി ഏറ്റുപറയാം. ഷെൽസി ലോറൻസ് ആകുന്ന ഞാൻ ജോൺ അനൽ ആകുന്ന ഞാനെ ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം അങ്ങയോടുകൂടെ ചേർന്ന് പാർത്തുകൊള്ളാമെന്ന് നമ്മുടെ ഇരുവരുടെയും ജീവകാലമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി അങ്ങയെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് ശുശ്രൂഷിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മരണത്താൽ നാം തമ്മിൽ വേർപിരിയുക അങ്ങയോട് മാത്രം ചേർന്നിരുന്നു അങ്ങേക്ക് ഉത്തമയായ ഒരു വിശ്വസ്ത ഭാര്യയുടെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്നും കർത്താവിനെയും തിരുസഭയെയും സാക്ഷിയാക്കി അങ്ങയോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവ് തിരുസഭയിൽ ഇതിന് സാക്ഷികൾ. സജീവമായ ബന്ധത്തിനായി സ്തോത്രം. അങ്ങേ അറിയാം, അങ്ങേ അനുഭവിക്കാൻ സ്നേഹം പ്രാർത്ഥിച്ചു, കരഞ്ഞു, ഉപസിച്ചു, നല്ലത് പ്രതീക്ഷിച്ചു സഭ ആത്മീയമായി സജീവ സാക്ഷികളായി ദൈവദാസന്മാർക്ക് സഭയുടെ കെട്ടിപ്പിടിക്ക് ഒരു അനുഗ്രഹമായി ഇവർ മാറേണ്ടതായി പ്രിയ പിതാവേ ഞങ്ങളെ കേൾക്കുമാറാകണമേ. പരീക്ഷണങ്ങളുടെ അടുക്കൽ വന്ന് ഏത് കാരണത്തിൽ നീ ഭാര്യ വീക്ഷിച്ചു വീഴുമോ എന്നവൻ പരീക്ഷിച്ചു. അതിനവൻ സൃഷ്ടിച്ചവർ
ആദ്യവരെ ആളും പെരുമാറി ശിക്ഷിക്കുക. മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഇരിക്കുക. ഈ സമയത്ത് വിവാഹമാണ്. വസ്ത്രം ധരിക്കുന്നത് ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ശരീരം പോലെ സ്നേഹിക്കുന്നതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. അപ്പനെയും അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമാണ്. പരസ്യമായി പ്രഖ്യാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. സഭയുടെ ദയവായി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാമനസ്സരിവുള്ള ഞങ്ങളുടെ നല്ല ദൈവങ്ങളെ പരിശുദ്ധാത്മാവ് കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾക്ക് അടിസ്ഥാനപരമായ അപേക്ഷിക്കുകയാണ് നാഥ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച നാഥ, ഞങ്ങളെ ഭാവി നന്നായി അറിയുന്ന കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ ഇവർ ഇരുവരെ ഞങ്ങൾ സമർപ്പിച്ച് കൽപ്പനകൾ പ്രമാണിച്ച് ഭക്തിയോട് കുടുംബത്തിൽ സഭയിൽ സമൂഹത്തിൽ ജീവിക്കാൻ കർത്താവ് കൊടുത്ത ഭാഗ്യകരമായ അനുഭവങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നറിവ് ചെയ്ത ദൈവം നിന്റെ പൈതലിലെ ഇന്നത്തെ ദിവസം തക്കതായൊരു പകരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അസ്താനം കൊടുത്ത് മണവാട്ടിനോട് പങ്കുവെച്ച എല്ലാ ഉടമ്പടി വാചകങ്ങളും കർത്താവേ സ്വന്തമായി അവസാനം വരെ പാലിക്കുവാൻ ദൈവത്തിന്റെ കൃപ ഈ മകന്റെ മേൽ അവിടുന്ന് പകരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ആത്മീകമായി കർത്താവേ സ്വന്തം പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ നിന്റെ മകന്റെ മേൽ ദൈവം പകരേണ്ടതിന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മണവാളനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ മണവാട്ടിക്കായി സ്തോത്രം. ഈ മകളുടെ ജന്മം മുതൽവരെ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും പകർന്നല്ലോ. ജീവിതത്തിൽ യാത്രയെ സമൂഹത്തിൽ ജീവിക്കാൻ ദൈവം കൊടുത്തിയ അവസരങ്ങൾക്കായി സ്തോത്രം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്ന കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട മകനെ വിവാഹ ഭർത്താവായി മകൾക്ക് നൽകിയ ഓർത്ത് ഞങ്ങൾക്ക് നന്മകൾ കൊടുക്കണമേ. അവിടെ വാഹന യാത്രകളിൽ കുടിയിരിക്കണമേ. മാതൃകാപരമായ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവർക്ക് കൃപ നൽകേണ്ടതിന് സന്താന സൗഭാഗ്യം നൽകി ദൈവം ഇവരെ അനുഗ്രഹിക്കും.
ഇരു മാതാപിതാക്കൾക്ക്, ഇരു കുടുംബങ്ങൾക്ക്, നമ്മുടെ ദൈവസഭകൾക്ക്, ദൈവരാജ്യത്തിന് ഇവർ അനുഗ്രഹമായി മാറാൻ കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ച് ഇവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചാലും യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. That the Lord has made, and we are glad and rejoice in it. അതുപോലെ ഈ വേദിയിൽ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും, അതുപോലെ എൻ്റെ മുന്നിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഒത്തിരി ദൈവദാസന്മാർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഈ മാതാപിതാക്കളായ സഹോദരി സഹോദരന്മാരും ഒക്കെ ഇതിൽ നമ്മൾ സംബന്ധിച്ച് ഞങ്ങളോട് സഹകരിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഒറ്റ വാക്കി ഞാൻ ഹൃദയമായി ഡിവൈൻ ചർച്ചിൻ്റെയും ഞങ്ങളുടെ വ്യക്തിപരമായ ദൈവം അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വേണ്ടി അവസാനിപ്പിക്കുന്നു. മനോഹരമായി നമ്മെ പാടി സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ ഇൻഷുറൻസുകൾ വായിച്ച സിസ്റ്റം നല്ലവണ്ണം നമുക്ക് ക്രമീകരിച്ചിരുന്ന സിസ്റ്റം ഓപ്പറേറ്റർക്കും ഹൃദയമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അത് ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. എല്ലാവർക്കുമുള്ള നന്ദി വ്യക്തമാക്കി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആശീർവാദം മതി. അതിനുശേഷം ഇവർക്ക് പ്രസന്റേഷൻ കൊടുക്കുവാനുള്ള സന്ദർഭം ആശീർവാദത്തിന് ശേഷമാണ്. ഇപ്പോൾ നമ്മുടെ കർത്തദാസൻ ഡേവിഡ് പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ആ സമയത്ത് എല്ലാവർക്കും ദൈവസഭയോട് നിമിഷം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. അവിടുത്തെ പുത്രൻ ഞാൻ രക്ഷകമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വിവാഹ കാർമിക ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇതുവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് നയിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയുടെ എല്ലാ ഭാഗങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാനും അനുഭവിക്കുവാനും കർത്താവിനെ അങ്ങ് സഹായിച്ചു. വിശേഷാൽ ഇന്ന് പുതിയ കുടുംബത്തിനുള്ളിൽ പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയ ജോലിയും ചികിത്സയും ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. നന്ദിയോടെ ഞങ്ങൾ നിഷ്ഠിക്കുന്നു. ഒരു സ്വകീയ കുടുംബമായി അവർ ഭൂമിയിൽ പാർക്കുന്നെങ്കിലും കർത്താവിൻ്റെ നാമ മഹിമയ്ക്ക് വേണ്ടി ജീവിപ്പാൻ തൻ്റെ മക്കളെ കർത്താവെ അങ്ങോട്ട് സഹായിക്കണം എന്ന് തിരുവനന്തപുരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ഏറ്റവും ഗുണനിലവാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ പ്രാർത്ഥനയുള്ള കർത്താവ് ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്താവിന് എന്നും സാക്ഷിയാകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതൃക കുടുംബ ജീവിതം നയിക്കുവാൻ തൻ്റെ മക്കളെ ദൈവം ശക്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത സ്വഭാവത്തോടും രീതികളോടും കൂടെ ജനിച്ചു വളർന്നിട്ടുള്ള ഇവരെ സ്വർഗത്തിൽ ദൈവം കൈവച്ച് ഒന്നാക്കി തീർത്തിരിക്കുന്ന വലിയ കൈക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ നിറകണ്ണുകളോടുകൂടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ കർത്താവിൽ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില യുവതി യുവാക്കന്മാർ, അവർക്ക് വേണ്ടി ദൈവം ഈ വിവാഹ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗീയമായ വഴികളും വാതിലുകളും അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെ ഒക്കെ ദൈവം അതിശക്തമായി മനോഹരമായ നിലയിൽ കർത്താവ് ഉപയോഗിച്ച് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇരു കുടുംബങ്ങളും ആശ്വാസത്തിലും ഐക്യതയിലും സ്നേഹത്തിലും അന്യോന്യം പരസ്പരം വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണം എന്നടിമ തിരുവനന്തപുരം പ്രാർത്ഥിക്കുന്നു. ഈ വിഭാഗവേദിയിൽ ഇന്ന് കടന്നു വന്ന ബന്ധുക്കളായി, ചാർച്ചക്കാരായ കുടുംബങ്ങളായി, സുഹൃത്തുക്കളായി, ശുശ്രൂഷകരായി, സഹാദിനങ്ങളായി കടന്നു വന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവം അവിടെ അനുഗ്രഹിക്കണമേ. അവിടെ മടക്കയാത്രയിൽ മുമ്പും പിൻപും ദൈവത്തിൻ്റെ കാവൽ പരിപാലനം കാണുവാൻ ദൈവം സഹായിക്കണം എന്ന് തിരുവനന്തപുരം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന റിസപ്ഷനിൽ ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾ കാണുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ നാമത്തിനും മേലായ നാമമായ യേശുവിൻ്റെ നാമം ഇവിടെ ഈ ആൾസാരി ഓഡിറ്റോറിയത്തിൽ ഉയർത്തപ്പെട്ടിരിക്കാൻ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണ അനുഗ്രഹിക്കുന്നത് ആശ്വാസത്തോടെ നിത്യം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും പരിപാലനവും ഇന്ന് ഒരു പുതിയ കുടുംബമായി തീർന്ന കർത്താവിദാസനോടും കുടുംബത്തോടും വന്നുചേർന്ന എല്ലാ ദൈവമക്കളോടും ലോകം എന്നുള്ള സകല വിശുദ്ധന്മാരുടെ കാര്യങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാകട്ടെ. ആർക്കപ്പെട്ട വിജ്ഞാനമാകത്തും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you.
യേശുവേ ഉന്നതനാം നായകനേ വന്ദിതനാം നായകനേ സൗഖ്യത്തിൻ നായകനേ കർത്താവേ കർത്താവേ വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ വീരനാം ദൈവമേ
ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു അന്നൊരസവീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു അന്നൊരസവീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ ആദിമുതൽ കൺപേ ധരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ച നീതിവരം നാലു മുര
പരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. നന്ദി നന്ദി എൻ ദൈവമേ,
He's an
take this stand. Love unshaken, strong and true, built on faith, we trust in you. Through the seasons, joy or rain, side by side we'll rise again. With your mercy as our guide, in your love we will abide. Two hearts, one promise in your light, bound in love, pure and bright. Through every trial, through the fight, we'll walk in faith day and night. Let our love reflect your grace, shining bright in every place. By your Spirit, strong we'll be, rooted deep in unity. Two hearts, one promise in your light, bound in love, pure and bright. Through every trial, through the fight, we'll walk in faith day and night. What God has joined, none can break. Sealed in heaven for love's sake. With you